ഹായ്, എല്ലാവർക്കും നമസ്കാരം. കാലില് ഇടയ്ക്കിടയ്ക്ക് കടച്ചിൽ അനുഭവപ്പെടുക, പ്രത്യേകിച്ച് ഒരുപാട് നേരമൊക്കെ നിൽക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ അടുക്കളയിലൊക്കെ ഒരുപാട് നേരം ജോലി ചെയ്യുന്ന സമയത്ത് കാലിൽ വല്ലാതെ നീര് വന്ന് തൂങ്ങുക, അതുപോലെ തന്നെ ഞരമ്പുകളൊക്കെ തടിച്ചു പൊങ്ങി വീർത്ത് വരുന്ന ഒരവസ്ഥ. ഇത്തരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വെരിക്കോസ് വെയിൻ എന്നുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒ.പിയിൽ കണ്ടുവരുന്നതാണ്. പല ആളുകളും ഇത് ഒരു കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണെന്ന് വിചാരിച്ചിട്ട് മൈൻഡ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ആ വിഭാഗത്തിൽ പെടാറുള്ളത്. ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യും, എല്ലാ പണികളും കഴിഞ്ഞൊരു റെസ്റ്റും കൊടുക്കാതെ ഈ വെരിക്കോസ് വെയിൻ എന്നുള്ളൊരു കണ്ടീഷൻ ഒരുപാട് കാലം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം ആളുകളിൽ നമ്മൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒ.പിയിൽ വരുന്ന ഈ വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾക്ക് തന്നെ അവരുടെ സ്കിന്നിലൊക്കെ കളറ് മാറി, പ്രത്യേകിച്ച് കാലിൻ്റെ ഒക്കെ കളർ മാറ്റം വന്ന് അവിടെ മുറിവുകൾ ഉണ്ടായി, അതിന് ബ്ലീഡിങ് വന്ന് മുറിവ് ഉണങ്ങാത്തൊക്കെ ഒരുപാട് കണ്ടീഷൻ കണ്ടുവരുന്നുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ കൃത്യമായിട്ട് അത് നേരത്തെ കണ്ടെത്തണം, അതിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അതോടൊപ്പം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം, പണ്ടൊക്കെ ഇതിന് സർജറി മാത്രമായിരുന്നു ഒരു ഓപ്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സർജറി അല്ല, അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് ടെക്നോളജീസ് വെരിക്കോസ് വെയിൻ ക്ലിയർ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ലേസർ തെറാപ്പി ഉണ്ട്, സ്ക്ലീറോ തെറാപ്പി ഉണ്ട്. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആ ഒരു തെറാപ്പികളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ഡാമേജ് വന്ന ഞരമ്പിന് അല്ലെങ്കിൽ രക്തക്കുഴലിന് മാത്രമേ അതിനെ ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു 6-7 മാസം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത രക്തക്കുഴലിന് ഇതേ പ്രോബ്ലംസ് വരും, വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ട് കൂടാൻ തുടങ്ങും. അപ്പോൾ നമുക്കിതിന് പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വെരിക്കോസ് വെയിൻ നേരത്തെ കണ്ടെത്തി അതിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തു വരണം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്തു വരുന്നത്. കാരണം കൃത്യമായിട്ട് എങ്ങനെ നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കഷൻ നടത്തുന്നത്. ഞാൻ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല. വെരിക്കോസ് വെയിന് ഇന്ന് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് അവരുടെ കാലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഞരമ്പുകൾ ഇങ്ങനെ പടർന്ന് കിടക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിന് സ്പൈഡർ വെയിൻസ് എന്നൊക്കെ നമ്മൾ മെഡിക്കലി പറയാറുണ്ട്. പലപ്പോഴും ഇത് കാണുമ്പോൾ പല സ്ത്രീകളും തെറ്റിദ്ധരിക്കുക ഇത് വെരിക്കോസ് വെയിൻ ഒന്നും അല്ല, ഇത് മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ വരുന്നതാണെന്ന് പല ആളുകളും വിചാരിക്കാറുള്ളത്. പക്ഷെ ഇതൊക്കെ വെരിക്കോസ് വെയിൻ്റെ ഒരു തുടക്കം തന്നെയാണ്. വെരിക്കോസ് വെയിൻ്റെ തുടക്കത്തിൽ ഇതുപോലെ ഞരമ്പുകൾ പടർന്ന് പിടിക്കുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ നീല കളറിലൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ തൊടഭാഗത്തൊക്കെ നീല കളറിൽ ഞരമ്പുകൾ തടിച്ച് കാണാറുണ്ട്. മറ്റു ചിലരിലാണെങ്കിൽ ഞരമ്പുകൾ തടിച്ചു വീങ്ങി പുറത്തേക്ക് വരാറുണ്ട്. ഇത്തരം വെരിക്കോസ് വെയിൻ്റെ ഓരോ സ്റ്റേജിലും നമുക്ക് അതിനെ തിരിച്ചറിയാൻ കഴിയണം. ഇത് വെരിക്കോസ് വെയിൻ കൊണ്ടാണോ വരുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് പല പേഷ്യൻസിലും കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ ഞാൻ പറയുന്നത്, ഇത് എങ്ങനെ കണ്ടെത്താം, വെരിക്കോസ് വെയിൻ എന്താണ് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കാലിൽ അറിയാൻ നമുക്ക് ഒരുപാട് രക്തക്കുഴലുകളുണ്ട്. ഈ രക്തക്കുഴലുകളൊക്കെ എന്താണ് ചെയ്യുന്നത്, ഈ കാലിലുള്ള രക്തം ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യും. ഇതിനെ പമ്പ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ വാൾവുകളാണ്. ഓരോ രക്തക്കുഴലിൻ്റെ അകത്തും വാൾവുകളുണ്ട്. ഈ വാൾവുകൾ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഈ രക്തം താഴ്ന്ന് മുകളിലോട്ട് പമ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ വാൾവിൻ്റെ ഒരു പ്രത്യേകത, ഒരിക്കലും അത് രക്തം മുകളിൽ നിന്ന് താഴോട്ട് പമ്പ് ചെയ്യില്ല, ഒക്കെ ഒരു വൺ ഡയറക്ഷനിൽ മാത്രമേ പമ്പ് ചെയ്യുള്ളൂ. പക്ഷേ ഈ വാൾവിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ബ്ലഡ് മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകാൻ തുടങ്ങും, അവിടെ കെട്ടിക്കിടക്കാൻ തുടങ്ങും, പ്രത്യേകിച്ച് കാലിൻ്റെ ഭാഗത്ത് കെട്ടിക്കിടക്കാൻ തുടങ്ങും. ആ ഒരു സമയത്ത് രക്തക്കുഴലിൻ്റെ സൈസ് ഒന്ന് കൂടും, അവിടെ ഒന്ന് തടിച്ചു പൊങ്ങി വരും. ഈ ഒരു കണ്ടീഷനാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ വെരിക്കോസ് വെയിൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് എങ്ങനെയൊക്കെ നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. സ്റ്റെപ്പ് നമ്പർ 2 പറയുന്നത് എങ്ങനെ നമുക്ക് ഒരാൾക്ക് വെരിക്കോസ് വെയിൻ, എനിക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അതിന് സഹായിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് 4 ലക്ഷണങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഇതെന്തായാലും വെരിക്കോസ് വെയിൻ കൊണ്ടാണ് ഉണ്ടാവുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നമ്മളെ കാലിൻ്റെ ഒക്കെ ഞരമ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒന്ന് 2 കാലും നോക്കിക്കഴിഞ്ഞാൽ ഞരമ്പുകളുടെയൊക്കെ സൈസ് കൂടിക്കൂടി വരുന്നുണ്ടാവും. ഈ സൈസ് കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെ ശ്രദ്ധിക്കണം. അത് വെരിക്കോസ് വെയിൻ കൊണ്ടാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു ഡോക്ടറെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് കാലിൻ്റെ കളർ മാറ്റങ്ങളാണ്.
പ്രത്യേകിച്ച് വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ കാലിൻ്റെ കളർ തന്നെ ഒരു മാറിയിട്ട് ഒരു ഡാർക്ക് കളറാവും, അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളറായി മാറാറുണ്ട്. ഈ സ്കിന്നിൻ്റെ ഇതൊക്കെ മാറി കട്ടിയൊക്കെ കുറഞ്ഞ് അവിടെ മുറിവുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അത് തന്നെയാണ്, ഈ മുറിവുകൾ ഉണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ച് കാലിൻ്റെ അടിഭാഗത്തൊക്കെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെരിക്കോസ് വെയിൻ കൊണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നാലാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബ്ലീഡിങ്. നമ്മളൊരു ചുടുവെള്ളം കൊണ്ട് കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബാത്റൂമിൽ പോയി നമ്മൾ ടവൽ കൊണ്ടൊക്കെ തോർത്തുന്നൊക്കെ സമയത്ത് അവിടുന്ന് ബ്ലീഡിങ് വരിക, നമ്മൾ ഈ ഞരമ്പുകൾ പൊട്ടി അവിടുന്ന് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അത് വെരിക്കോസ് വെയിൻ കൊണ്ടാണ്. അപ്പോൾ ഇത്രയും 4 ലക്ഷണങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെരിക്കോസ് വെയിൻ കൊണ്ട് തന്നെയാണ്. അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഡോക്ടറെ കണ്ട് ആവശ്യമായുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇത്രയും മനസ്സിലായി, ഇത്രയും ലക്ഷണങ്ങൾ നമുക്കുണ്ട്, നമുക്ക് വെരിക്കോസ് വെയിൻ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വളരെ വേഗത്തിൽ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് മെഡിക്കൽ ഹിസ്റ്ററി, പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ സ്മോക്കിങ്ങിൻ്റെ ഹിസ്റ്ററി ഉണ്ടോ, അങ്ങനത്തെ കൃത്യമായിട്ട് അവരുടെ ഹിസ്റ്ററി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും പറയാൻ സാധിക്കും. അതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ടും കൂടും. അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, പ്രത്യേകിച്ച് വെരിക്കോസ് വെയിൻ വന്നു, പക്ഷേ വെരിക്കോസ് വെയിൻ ഉള്ള എല്ലാ ആളുകളും ട്രീറ്റ്മെൻറ്റ് എടുക്കാറില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് ഒരു കളർ ഡോപ്ലർ സ്റ്റഡിയും കൂടെ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതൊരു സാധാ സ്കാനിങ് ആണ്. രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ രക്തക്കട്ട വന്ന് എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാനും വെരിക്കോസ് വെയിൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് കളർ ഡോപ്ലർ സ്റ്റഡി. ഇത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു ടെസ്റ്റും കൂടിയാണ്. പല ഡോക്ടർമാരും ഇത് ചെയ്യിപ്പിക്കാറുണ്ട്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇനി നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഡോക്ടറെ കണ്ടു, അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നും ആഗ്രഹിക്കാത്ത ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് ചെറുതായിട്ടേ വെരിക്കോസ് വെയിൻ ഉള്ളൂ, നമുക്കിതിൻ്റെ മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് വെരിക്കോസ് വെയിൻ ഏത് സ്റ്റേജിലാണെങ്കിലും, മൈൽഡായിട്ടുള്ള ചെറിയ സ്റ്റേജിലാണെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് കൂടി അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി കോംപ്ലിക്കേഷൻസിലേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് ഏത് സ്റ്റേജിലാണെങ്കിൽ പോലും അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് OP-യിൽ കാണുന്ന ഓവർ വെയിറ്റ് ഉള്ള ആളുകളിൽ ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഈ വെരിക്കോസ് വെയിൻ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് കുറക്കാനുള്ള ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഡയറ്റ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വെയിറ്റ് കുറക്കാനുള്ള ഡയറ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂട്രീഷനിസ്റ്റോ അല്ലെങ്കിൽ ട്രെയിനറോ സഹായം വഴി, ഡയറ്റ് വഴി ഈ വെയിറ്റ് കുറക്കാനുള്ള മെഷർമെൻറ്റ് നിങ്ങൾ ആദ്യം സ്വീകരിക്കുക. കാരണം വെയിറ്റ് കുറഞ്ഞാൽ തന്നെ ഒരുപാട് ഈ ഞരമ്പുകൾക്കുള്ള പ്രഷർ കുറയും, ബുദ്ധിമുട്ടുകൾ കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നടത്തം നിങ്ങളൊരു അരമണിക്കൂർ ഡെയിലി രാവിലെ നടക്കുകയാണെങ്കിൽ, നടത്തം പതിവാക്കുകയാണെങ്കിൽ ഈ ഞരമ്പുകളിലുള്ള രക്തയോട്ടം കൂടാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അധികം നേരം നിൽക്കുന്ന ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് അധികം നേരം നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ ബസ്സിലെ കണ്ടക്ടർമാർ, അതുപോലെ തന്നെ നിന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് മണിക്കൂർ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ അളവ് ഒന്ന് കുറക്കുക, നിൽക്കുന്ന സമയം ഒന്ന് കുറക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് കാലിന് റെസ്റ്റ് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. ആ ഒരു സമയത്ത്, അധികം നേരം നിൽക്കുന്ന സമയത്ത് സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് വെരിക്കോസ് വെയിനുള്ള ആളുകൾക്ക് കാലിലിടാൻ സ്റ്റോക്കിങ്സ് നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട്. താഴെ നിന്ന് മുകളിലോട്ട് വലിച്ചിടുന്ന സ്റ്റോക്കിങ്സ് അവൈലബിൾ ആണ്. പലപ്പോഴും അവനവൻ്റെ സൈസ് നോക്കിയിട്ടല്ല പലരും ഈ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കാറുള്ളത്. വീട്ടിൽ ആർക്കെങ്കിലും വാങ്ങി വെച്ചിട്ടുണ്ടാവും സ്റ്റോക്കിങ്സ്, അതെടുത്ത് മറ്റൊരാൾ ഉപയോഗിക്കും. അതുകൊണ്ട് കാര്യമല്ല, നിങ്ങളെ കാലിൻ്റെ സൈസിനനുസരിച്ചുള്ള കറക്റ്റ് സൈസിലുള്ള ഈ ഒരു സ്റ്റോക്കിങ്സ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതാണ് സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തത് എക്സസൈസുകളാണ്. നമ്മൾ ഈ കൃത്യമായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ചില എക്സസൈസുകൾ നിർബന്ധമായിട്ടും ചെയ്യാം. പ്രത്യേകിച്ച് നമ്മളറിയാം, വലിയ വലിയ എക്സസൈസുകളൊന്നും ഇതിന് ആവശ്യമില്ല. നമ്മുടെ ഈ കാഫ് മസിൽസ്, പ്രത്യേകിച്ച് കാലിൻ്റെ മസിൽസ്, പ്രത്യേകിച്ച് അതിന് അനക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ്. ഇരുന്നിട്ടും കിടന്നിട്ടും നിന്നിട്ടും ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളുണ്ട്. അതിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് നമുക്ക് ഇരുന്നു കൊണ്ട്
നമുക്ക് ഓഫീസ് ജോലി ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന, സ്ഥിരമായിട്ട് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇടയിൽ സമയം കിട്ടുന്ന സമയത്ത് നമ്മുടെ കണങ്കാലൊന്ന് അനക്കി കൊടുക്കുക. പ്രത്യേകിച്ച് ഈ പാദത്തിന്റെ ഭാഗം മുകളിലോട്ടും താഴോട്ടും ഇടക്കിടക്ക് ഇവിടെ കണങ്കാലം അനങ്ങാതെ ഇവിടെ അനക്കി കൊടുക്കുക. അപ്പോഴും നമ്മുടെ രക്തയോട്ടം മുകളിലോട്ട് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിനെ ആംഗിൾ പമ്പിങ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ആംഗിൾ റൊട്ടേഷൻ ഉണ്ട്. അതായത് കണങ്കാല് നമ്മൾ ഒരു സർക്കിളായിട്ട്, അതായത് ഒരു വട്ടത്തിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴും ഈ ഒരു സർക്കുലേഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇതേ ഒരു മൂവ്മെന്റ് നമുക്ക് കാല് നീട്ടി വെച്ചിട്ടും ചെയ്യാം. ഇരുന്നു കൊണ്ട് ചെയ്യാം, കാല് തൂക്കിയിട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കാല് നീട്ടി വെച്ചിട്ട് നമുക്ക് ഇതേ ഒരു മൂവ്മെന്റ് പാദത്തിന് കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നിന്നുകൊണ്ട് ഒരുപാട് നേരം ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇടയ്ക്ക് ഒരു റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ എക്സസൈസും കൂടെ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗം പൊക്കി പിടിക്കുക. അങ്ങനെ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാഫ് മസിൽസ് ഒന്നും കൂടെ പമ്പിങ് ഉഷാറാക്കും, അല്ലെങ്കിൽ പമ്പിങ് സ്ട്രോങ് ആക്കും. എന്നിട്ട് ഉപ്പൂറ്റി നിലത്ത് വെക്കുക, വീണ്ടും പൊക്കി പിടിക്കുക. ഇങ്ങനെ ഒരു 10-15 തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സർക്കുലേഷൻ കൂടുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിടന്നുകൊണ്ടും ഇതുപോലെ ചെയ്യാം. കാല് നമ്മൾ ഒരു ബെഡിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ആയിട്ട് കിടക്കുക. എന്നിട്ട് കാല് ഒരു സൈക്കിൾ ഓട്ടുന്ന പോലെ കാല് മൂവ്മെന്റ് കൊടുക്കുക. കിടന്നിട്ട് നമ്മൾ മുട്ടുകാല് വെച്ചിട്ട് ഒരു സൈക്കിൾ ഓട്ടുന്ന രീതിയിൽ റൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിലും ഈ ഒരു സർക്കുലേഷൻ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കിടന്നുകൊണ്ട് നമുക്ക് കാല് പൊക്കുക. ഒരു കാല് മടക്കി വെക്കുക, മറ്റേ കാല് കൊണ്ട് പൊക്കുക, എന്നിട്ട് താഴ്ത്തി വെക്കുക, എന്നിട്ട് ഈ കാല് റെസ്റ്റ് കൊടുത്തിട്ട് മറ്റേ കാല് പൊക്കുക. അങ്ങനെ കാലിന് മൂവ്മെന്റ് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത്ര ഈ ഒരു വെരിക്കോസ് വെയിന് ബുദ്ധിമുട്ടുകൾ കുറയാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു എക്സസൈസുകളിൽ വളരെ കൂടുതൽ സമയമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഇടയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 10-15 തവണ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി 2-3 പ്രാവശ്യമായിട്ട് ചെയ്യുന്ന എക്സസൈസുകളാണ്. ഇത് കൃത്യമായിട്ട് വെരിക്കോസ് വെയിന് ഉള്ള ആളുകൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് വളരെ നല്ലതാണ്. ഇതോടൊപ്പം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ കാര്യമാണ്. ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാരുടെ ഭക്ഷണമൊക്കെ പുറമേ നിന്നുള്ള ഭക്ഷണങ്ങളാണ്. അതിൽ ഉപ്പും മസാലയും എല്ലാം കൂടുതലാണ്. ആ കാര്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ട് കൂടാനും അതുവഴി വ്രണങ്ങളൊക്കെ ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് മുറിവുകളൊക്കെ വന്ന ആളുകളാണെങ്കിൽ അത് പൊട്ടിയൊലിച്ച് പിന്നെ മുറിവ് ഉണങ്ങാത്ത രീതിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് നമ്മൾ ഡയറ്റ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അതിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് നമ്മൾ പ്രത്യേകിച്ച് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ. പ്രത്യേകിച്ച് അതിൽ ഈ പറയുന്ന പാല് നമ്മൾ ഒരുപാട് രോഗികളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പാല് കുടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു മുറിവിൻ്റെ ഉണക്കം കിട്ടാതെ വരികയും മുറിവ് പൊട്ടിയൊലിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു സമയത്ത് എന്താ സംഭവിക്കുന്നത്? പ്രോട്ടീൻ ഇതിൽ കൂടുതലുണ്ട്. പ്രോട്ടീൻ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ അലർജിക് ആയിട്ടുള്ള ഹിസ്റ്റമിൻ പോലെയുള്ള കുറച്ച് പദാർത്ഥങ്ങൾ ഈ പാല് കഴിക്കുന്നതിലൂടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഉണ്ടാവുന്നുണ്ട്. ഹിസ്റ്റമിൻ പോലെയുള്ള ചില പദാർത്ഥങ്ങൾ ഉണ്ടാവുകയും അത് ചൊറിച്ചിൽ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില രോഗികൾ പറയുന്നതാണ് ചില അയില, മത്തി പോലെയുള്ള ചില മീനുകൾ കഴിക്കുമ്പോൾ ഇവർക്ക് ചൊറിച്ചിൽ കൂടും. അങ്ങനെ ഏത് ഭക്ഷണങ്ങളാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം അമിതമായിട്ട് ഉപ്പ് ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ഒഴിവാക്കുക. ഒരു പാകത്തിന് മാത്രം ഉപ്പ് ചേർക്കുക. മസാലകളാണെങ്കിലും ഒരു പാകത്തിന് മാത്രം ചേർത്ത് ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്മോക്കിംഗ് ഉള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആൽക്കഹോളിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള വിറ്റാമിൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന വിറ്റാമിൻ സി കൂടുതലുള്ള ഓറഞ്ച്, അതുപോലെ തന്നെ മുന്തിരി, പേരക്ക, നാരങ്ങ പോലെയുള്ള വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള, അതുപോലെ വിറ്റാമിൻ ഡി കണ്ടന്റ് ഉള്ള ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമുക്ക് നട്ട്സുകൾ ഉപയോഗിക്കാം. സിങ്കിന്റെ കണ്ടന്റ് ഒരുപാടുണ്ട് നട്ട്സുകളിൽ. ഈ സിങ്കിന്റെ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഒരു വെയിൻസിന്റെ, ഞരമ്പുകളുടെയൊക്കെ ഇലാസ്റ്റിസിറ്റി ഒന്ന് കൂട്ടാനും രക്തയോട്ടമൊക്കെ വർദ്ധിപ്പിക്കാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബദാം, അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ വാൾനട്ട് പോലെയുള്ള നട്ട്സുകൾ ഡെയിലി കുറച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പച്ചക്കറികളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട്. ബീട്രൂട്ടിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ്റെ
ഈ ഡാമേജ് വന്ന ഈ രക്തക്കുഴലിനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ബീട്രൂട്ട്, ക്യാരറ്റ് പോലെയുള്ള പച്ചക്കറികൾ, ഇലക്കറികളും ഡെയിലി ഇത്തരം രോഗികൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൊളാജൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ, അതായത് നമ്മുടെ ഈ ഒരു ഡാമേജ് വന്ന ഏരിയനൊക്കെ റീപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന കൊളാജൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് സൂപ്പുകൾ, ചിക്കൻ്റെയും മട്ടൻ്റെയും ഒക്കെ സൂപ്പുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ മീനുകൾ ഉപയോഗിക്കാം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മീനുകൾ, അയല, മത്തി, ചൂര പോലെയുള്ള മീനുകൾ ഉപയോഗിക്കാം. ചില പേഷ്യൻസിന് ഇത് അലർജി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അല്ലാത്തവർക്ക് ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് കൊണ്ടും യാതൊരു ബുദ്ധിമുട്ടും വരാറില്ല. അപ്പോൾ ഭക്ഷണം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെയിറ്റ് കുറക്കാൻ ശ്രദ്ധിക്കുക, നടത്തം പതിവാക്കുക. ഇത്രയും കാര്യങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം ചില പേഷ്യൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള മസാജ് ചെയ്യാനാണ്. അതായത് കാലിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് നമ്മൾ ഒരു ഓയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ പറയാറുണ്ട്. താഴ്ന്ന് മേലേക്ക് മസാജ് ചെയ്യുന്ന സമയത്ത് ഈ താഴെയുള്ള ഈ രക്തയോട്ടം കുറയുന്ന ഈ രക്തക്കുഴലുകളിലെ രക്തമൊക്കെ മുകളിലോട്ട് വരാനും ഈ ഒരു ബുദ്ധിമുട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് ഈ എണ്ണയൊക്കെ അകത്തേക്ക് പോയിട്ട് രക്തം കട്ട പിടിച്ചൊക്കെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്നൊക്കെ പല ആളുകളും വിചാരിച്ചിട്ടുള്ളത്. അതൊക്കെ തെറ്റാണ്. ഈ ഒരു മസാജിങ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ പമ്പിങ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രക്തയോട്ടം ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസാജിങ് ചെയ്യുന്നത്. അതും വളരെയധികം ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ഈ ഒരു വെരിക്കോസ് വെയിനെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. അതോടൊപ്പം ചില കേസുകളിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ മുറിവൊക്കെ വന്ന് കാലിലൊക്കെ നീര് വന്ന് മുറിവ് ഉണങ്ങാത്തൊക്കെ ഒരു സ്റ്റേജ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരുന്നുണ്ട്. ഈ രക്തക്കൊഴലുകളൊക്കെ പൊട്ടി ബ്ലീഡിങ് ആയിട്ട് വരുന്ന കേസുകളാണെങ്കിൽ എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. നമ്മുടെ ഹോമിയോപ്പതിയിൽ കൃത്യമായിട്ട് നമ്മൾ അതിനെ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കാറുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു ഡാമേജ് ആയ രക്തക്കൊഴലുകൾക്ക് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും ഈ രക്തക്കൊഴലിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കുറക്കാനും സഹായിക്കുന്ന ഒരുപാട് മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ്. ജർമ്മൻ മരുന്നുകൾ വെച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. കൃത്യമായിട്ട് രോഗിയുടെ രോഗലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ ഓരോ രോഗിയിലും കൊടുത്തു വരുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള സമയത്ത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് വെരിക്കോസ് വെയിനെ കണ്ടെത്തുന്നത് എന്ന് മുതൽ എങ്ങനെയാണ് ഈ ഒരു വെരിക്കോസ് വെയിനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. വെരിക്കോസ് വെയിന് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ വെരിക്കോസ് വെയിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഇത് മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് കാലിലൊക്കെ മുറിവ് വന്ന് അത് ഉണങ്ങാതെ ബെഡിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം ആളുകൾക്ക് നമ്മൾ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈനായിട്ടുള്ള കൺസൾട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫോണിലൂടെ കൃത്യമായിട്ട് പരിശോധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മരുന്നുകൾ അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ സംവിധാനം അവൈലബിൾ ആണ്. ഓൺലൈൻ പരിശോധനയ്ക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ നിങ്ങൾ വെരിക്കോസ് വെയിന് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് വെരിക്കോസ് എന്ന് ടൈപ്പ് ചെയ്ത് അയക്കാനും കൂടെ ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പറയാനുള്ളത്. കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കാവുന്നതുമാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.